ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറായി ബീച്ചിലെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. മറ്റേ ഒരു നൂലുമ കൂടെ സൈക്കിളൊക്കെ ചവിട്ടൂലേ, എനിക്ക് തൽക്കാലം നിർത്തി വെച്ചേക്കുന്നു. ആൾക്കാർ സൈക്കിൾ ഔട്ടണതാണ് ഞാനിപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്തേ നോക്കണ്ട ഒരെണ്ണത്തുമ്പോൾ കൂടെ അപ്പുറത്ത് കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്. അതവിടെ ഞാൻ വിചാരിച്ചു ലൈറ്റ് ഹൗസൊക്കെ പോലത്തെ അവിടെ ഇരിക്കുന്നു. കണ്ട സൈക്കിൾ ഔട്ട് ചെയ്താണ് ഞാൻ കണ്ടതാണ്. അത് ഇതേ നിൽക്കുന്നു. ഏകദേശം ഒരു 4:30 മണിയോട് കൂടിയാണ് നമ്മൾ ബീച്ചിലേക്ക് എത്തിയത്. പക്ഷേ ആ സമയത്തും നല്ല ചൂടായിരുന്നു. നമുക്ക് ബീച്ചിലോട്ടൊക്കൊന്നും നടന്ന് പോകാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു. നല്ല വെയിലുമായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. പൊതുവേ ബീച്ചിൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ സൺഡേ ആയതുകൊണ്ട് പറയാൻ വേണ്ട. അപ്പം നമ്മൾ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നടന്ന് പോവുകയാണ്. കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ആ വെയിലിൻ്റെ ഉദിപ്പൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും തൊപ്പിയും ഷോളൊക്കെ തലയിൽ കൂടി ഇട്ടിട്ടൊക്കെയാണ് നടന്നിരുന്നതൊക്കെ. അപ്പോൾ അതേ നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളൊക്കെ തന്നെ കടലിലോട്ടൊക്കെ ഇറങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മൈസമോളും ഇപ്രാവശ്യം ഇറങ്ങിയില്ല. സാധാരണ ഞങ്ങൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കയറാത്തതാണ് ബീച്ചിലൊക്കെ. പക്ഷേ ഇത് നമ്മൾക്ക് വണ്ടിയിൽ ഒത്തിരി ദൂരം പിന്നെയും യാത്ര ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. കാരണം നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാണ്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരു നനവും കൂടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരയിൽ നിന്നിട്ട് അവർ കടലിൽ കളിക്കണതൊക്കെ നോക്കി നിൽക്കണമായിരുന്നു. മൈസമോൾക്കൊന്ന് നനയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ആൾ തന്നെ പറഞ്ഞു, വേണ്ട ഉമ്മച്ചി, എന്തായാലും നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കാൻ ബുദ്ധിമുട്ടാവില്ല. കാരണം നമ്മൾക്ക് ഇനി കൊടുങ്ങല്ലൂർ വരെ വീണ്ടും യാത്ര ചെയ്യേണ്ടതല്ലേ. അപ്പോഴത്തെ സോനയുടെ മോളും അതുപോലെ തന്നെ കൂടെ ഉള്ളവരൊക്കെ നല്ല കളിയാണ്. കടലിൽ വീണവരുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിലും അവർ കളിക്കണ കാണുമ്പോൾ തന്നെ നമുക്കതൊരു സന്തോഷമല്ലേ. പൊതുവേ അങ്ങനെ കടലിലോട്ടൊന്നും ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഇറക്കാറില്ല. കാരണം തിരയൊക്കെ ഒരുപാട് കൂടുതലായതുകൊണ്ട് അപകടം സംഭവിക്കണത് കൊണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ കുറേ പേരൊക്കെ ഉണ്ട് കടലിൽ. നമ്മൾ അഴീക്കോട് ബീച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി ഉണ്ട് ഇറങ്ങണതിനൊക്കെ. അതിൽ അധികം ആഴത്തിലോട്ടൊക്കെ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പുറമെ ഇച്ചിരി അകലെ നിന്നിട്ടാണ് ഈ വീഡിയോ പിടിക്കണത്. എന്നാലും നമ്മളടുത്തോട്ട് തിര വന്ന് ഇറങ്ങാതിരുന്ന ഞങ്ങളടക്കം നനഞ്ഞു പോയിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവരോട് പറഞ്ഞു, കയറാൻ പറഞ്ഞു. കാരണം അതിൽ തിര വന്നിട്ട് പിടുത്തം കിട്ടാതെ നമ്മളെ ടീമിലുള്ള ഒരാൾ വെള്ളത്തിലോട്ടൊക്കെ അങ്ങോട്ട് വീണു. ബാക്കിയുള്ളവരെല്ലാവരും കൂടി പിടിച്ച് കയറ്റിയതാണ് അവളെ. അവിടെ നിന്ന് ഷോളൊക്കെ പിഴിയുന്നുണ്ട് ഗൈസ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇതാണ് ഗൈസ് മിഷ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഉപ്പുമാങ്ങയൊക്കെ വിൽക്കണ ഭാഗത്തേക്ക് പോയി. ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ബീച്ചിൽ പോകണത് തന്നെ അവിടുത്തെ ഉപ്പുമാങ്ങ കഴിക്കാനാണ്. നമ്മളെ വീട്ടിലൊക്കെ എത്ര ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ നിന്ന് കഴിക്കണ ഒരു ടേസ്റ്റ് വരില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മാങ്ങ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളത് മേടിച്ചു. 20 രൂപയാണ് അവരതിന്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് തന്നു. അപ്പോൾ മൈസമ്മോൾക്ക് വേണ്ടിയിട്ടാണ് അത് മേടിച്ചത്. എന്നാലും ഞാനും അവളും കൂടിയാണ് അത് ഷെയർ ചെയ്ത് കഴിച്ചത്. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പുമാങ്ങ കഴിക്കാതെ എന്തല്ലേ. ഞങ്ങൾ ഇതോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഉപ്പുമാങ്ങയൊക്കെ കഴിച്ച് ചായയും ബജിയൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏകദേശം അപ്പം തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ വൈകൂലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.